അപ്പോൾ ഹലോ ഗൈസ്, നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ട്രക്ക് ചെയ്ത് തുടങ്ങണേട്ടോ. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹവും കാര്യങ്ങളും ഉണ്ടാവും. ഇവിടുത്തെ ഡ്രൈവർമാരൊക്കെ പ്രശ്നമുണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്. അവർ നമ്മളെ തല്ലാൻ പിടിക്കാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് മാക്സിമം വണ്ടി കയറുന്നവരൊക്കെ സേഫായിട്ടൊക്കെ കയറണമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അദ്ദേഹമാണ് അപ്പോൾ നമുക്കൊരു പ്രശ്നം വന്നപ്പോൾ കൂടെ ഉണ്ടായത്. അപ്പോൾ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കണം. ഇവിടെ വലിയ സ്കാമാണ് നടക്കുന്നത്. അപ്പോൾ സേഫായിട്ട് പോകും. അപ്പോൾ ബസ്സിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ പോക്കരേന്ന് ഹരിച്ചോക്കിലേക്ക് പോകണേന്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 40 രൂപ ഉള്ളു കേട്ടോ. അങ്ങനെ പോകണായിരിക്കും ബെറ്റർ. കാരണം നമുക്കിപ്പോൾ ഒരു മോശം അനുഭവം ഉണ്ടായി. കാരണം ഇവിടെ ഉള്ള ഡ്രൈവർമാർ നമ്മളെ മാക്സിമം നമ്മളെ പുറകെ നടന്ന് ടോർച്ചർ ചെയ്ത് നമ്മളെങ്ങനെയെങ്കിലും അവരെ വണ്ടി കയറ്റാൻ നോക്കൂട്ടാ. അപ്പോൾ അങ്ങനെ നമുക്ക് നേരെ കൈ വെക്കണ ഒരു സാഹചര്യമൊക്കെ വന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ പോക്കരയിൽ കയറണവർ അത് മാക്സിമം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ വലിയ സ്കാമാണ് നടക്കണേ ഡ്രൈവർമാരുടെ ഇടയിൽ. അപ്പോൾ എല്ലാവരും മാക്സിമം അതിലൊന്നും പോയി വീഴാണ്ട് സേഫായിട്ട് ട്രക്ക് ചെയ്യാൻ നോക്കുക. അതാണ് പറയാനുള്ളത്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഹരിച്ചോക്കിൽ ഒന്ന് ബസ് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഗാന്തുർക്കിലേക്ക് പോകണേട്ടാ. ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാട്ടാ. അപ്പോൾ പിന്നെയും ബസ്സിൽ കയറണേട്ടാ. ഏറിയ ബസ് മാറിപ്പോട്ടെ. അപ്പോൾ തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. വേറെ ബസ്സിൽ കയറണേട്ടാ. അപ്പോൾ ബസ് മാറിയായിരുന്നു. അപ്പോൾ അടുത്ത ബസ്സിട്ട് കയറാനുള്ള പ്ലാൻ നോക്കണേട്ടാ. ഇവിടുന്ന് ലഗേജും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ പൊക്കത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് യാത്ര തിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അടുത്ത കാര്യങ്ങളോട്ടൊക്കെ പോകട്ടി. ഇപ്പോൾ അടുത്ത ബസ്സിട്ട് കയറിയിട്ടുണ്ട്. ഇനി അടുത്ത ടാസ്ക് എന്തൊക്കെയാ വരാൻ വേണ്ടി നമുക്ക് നോക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഹരിച്ചോക്കിൽ നിന്ന് ഗാന്തുർക്കിലേക്ക് പോകണേട്ടോ. 3ാമത്തെ ബസ്സാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഓ ഗൈസ്, നേരെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ബസ്സിൽ വെച്ച് കിട്ടിയ ഫ്രണ്ടാണ്. മേരെ ഫ്രണ്ട് നൗ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 15 മിനിറ്റ് ചായ കുടിക്കാൻ വേണ്ടി റെസ്റ്റിംഗ് ടൈം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നേക്കുന്നുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി വണ്ടി എടുക്കും. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ കാണും. അപ്പോൾ വണ്ടി നമ്മളെ നേപ്പാളിലൊരു ചെറിയൊരു ഗ്രാമത്തിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ എല്ലാം വാങ്ങിക്കട്ടെ. എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നിർത്തിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ അത്യാവശ്യം ഞാൻ പവർ ബാങ്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത കാഴ്ചകളൊക്കെ കാണട്ടെ. ഇവരുടെ ഇവിടുത്തെ പക്കോടയും സമൂസയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം കഴിച്ചു നോക്കാമെന്ന് ഓർത്ത് വന്നാട്ടോ. ട്രൈ ആയിട്ട് കഴിച്ചിട്ട് സാധനം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ട്. കുഴപ്പമില്ല, നല്ലോണം. കുറച്ച് തണുത്താണ് ഇരിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കഴിച്ച് ഇവിടെ വണ്ടി നിർത്തിയപ്പോൾ ഇവിടെ നിന്ന് നമ്മൊരു പഴവും ബണ്ണും വാങ്ങിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ പതുക്കെ ബസ് എടുത്ത് തുടങ്ങിയിട്ട് ഹായ് ഗൈസ്, അപ്പോൾ നമ്മ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ ഇവിടെ നിന്ന് നടക്കണം. ഗാന്തുർക്കിലാണ് വന്നേക്കണത്. അപ്പോൾ ഇവിടുത്തെ ഓരോ കാഴ്ചകളാണ് ചെറുട്ട്. രണ്ട് ബസ്സിലിറങ്ങി ചെറിയൊരു വെയിലൊക്കെ കേട്ടോ. അത്യാവശ്യം കുറച്ച് തണുപ്പുള്ളൂ, തണുപ്പാവണുള്ളൂ. അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യൂ ആട്ടോ അടിപൊളി. നമ്മൾ പതുക്കെ മഞ്ഞുമലകളൊക്കെ കണ്ടു തുടങ്ങി. ഇനി ഇവിടെ നിന്ന് നമ്മൾ ട്രക്ക് ചെയ്യാനായിട്ട് പോണത്. ഹായ് ഗൈസ്, അപ്പോൾ വണ്ടി നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കണം കേട്ടോ. ലഗേജും കാര്യങ്ങളൊക്കെ കിട്ടി. ഇനിയിപ്പോൾ പതുക്കെ ഇവിടെ ഒരു 5 മിനിറ്റ് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ
ഇന്ന് നമുക്ക് സ്റ്റേ അടിക്കണം എവിടെയെങ്കിലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു സ്പോട്ട് നോക്കി നമ്മൾ മാക്സിമം കവർ ചെയ്യാനാണ് പ്ലാൻ. എൻ്റെ പുറകെ കാണുന്ന മൊത്തം മഞ്ഞുമല കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എൻ്റെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഗാന്ധർത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ 2000 അടി മേലാണ്. ഇവിടുന്ന് ഇപ്പോൾ എന്താ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൺസെറ്റ് പിടിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ നടക്കുകയാണ്. ഇപ്പോഴത്തെ വില്ലേജ് ഇട്ടാണ് നടക്കുന്നത്. ഇവിടെ കൃഷി ചെയ്യണ ചേട്ടനാട്ടിത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു ചെറിയ ഒരു വില്ലേജിൽ കൂടി നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. നല്ല രസമുണ്ട് ഇവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ കാണാൻ. അപ്പോൾ പതുക്കെ ഇങ്ങനെ നടക്കണേന് ഇവിടുത്തെ എല്ലാ കാഴ്ചകളും കാണാം കേട്ടോ. ഇവിടെ ഒരു ചേച്ചി എന്തോ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താന്ന് കറക്റ്റ് പറയാൻ അറിയില്ല. അതാണ് എന്ത് മനോഹരമാണ് ഈ വഴിയൊക്കെ കാണാൻ. ചെറിയൊരു വഴിയാണ്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി 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 ആയിട്ട് പോകണം. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ടയേർഡാണ്. അപ്പോൾ എങ്ങനെ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിട്ട് എത്തുമെന്ന് അറിയില്ല. നമുക്ക് കാണാം. ഇതൊക്കെ ഇവിടെ കളിക്കണ പിള്ളേരാട്ടാ. അമ്മമാരോട് ഭയങ്കര ഹാപ്പിയാണ്. അടിപൊളി ലൈഫാട്ടെ അമ്മമാരാ. മണ്ണേരും മോണേരൊക്കെ തല്ലണുണ്ട്. ഹാപ്പി ആയിട്ട് നടക്കണേട്ടോ ഇവിടെ. അപ്പോൾ ഇന്നിപ്പോൾ സൺസെറ്റ് പിടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാണണ്ട്. അപ്പോൾ അറിയില്ല, ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. പോയി നോക്കട്ടെ. അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, എല്ലാവരും ചുമ്മാ വീട്ടിലൊന്നും ഇരിക്കാണ്ട് ഇങ്ങനെ പോരാൻ നോക്ക്. അപ്പോൾ ഇവിടെ കുറേ സ്പെഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ നോക്ക്. എല്ലാവർക്കും എന്തായാലും പറ്റും. വീട്ടിലൊന്നും ഇരുന്നിട്ടൊരു കാര്യമില്ല. ഇങ്ങനെ പോരുക. അവരെന്ന് പറഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യണ ഏട്ടന്മാരാട്ടെ. ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ഇവിടെ ചാക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ, നൂല് വെച്ച്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിക്ക് ഭയങ്കര മനോഹരമാണ്. അപ്പോൾ മസ്റ്റായിട്ട് വരാൻ നോക്കുക കേട്ടോ എല്ലാവരും. ഇവിടെയൊക്കെ പിള്ളേർ കളിക്കണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പതുക്കെ ഇങ്ങനെ നടക്കുക. അതിൻ്റെ സമയം പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ്. ട്രക്ക് ചെയ്യണോണ്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. ആകെ ഇങ്ങനെ കൊച്ചൊക്കെ കേൾക്കണത് ഒട്ടും വയ്യാണ്ടാണ്. അതാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ഞാൻ ഇവിടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വ്യൂ നോക്കി നമ്മ വീഡിയോസിലൊക്കെ കാണാൻ വിഷ്വൽ കിട്ടുന്ന സ്ഥലമായിട്ടിത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടുത്തെ സൺസെറ്റൊക്കെ പോയി. നല്ലൊരു ആ മല നോക്കിക്ക് ഒരു ബ്യൂട്ടിയാണെന്നറിയൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോണേന് അടുത്ത സ്ഥലം നോക്കി നമുക്ക് ടെൻറ്റ് അടിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് പോണേട്ടാ. അപ്പോൾ അടുത്ത ഇത് കാണാൻ പറ്റി. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിറങ്ങിയപ്പോൾ നമ്മ നേരെ ജിനുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടാക്സി പിടിച്ചേക്കണാണ്. ഞങ്ങൾക്ക് വേറെ 2 മലയാളികൾ കിട്ടിയിട്ടുണ്ട് കമ്പനിക്ക്. 9 പേരും കൂടെ ഇപ്പോൾ ഒരുമിച്ച് ടാക്സി പിടിച്ചേക്കണാണ്. നല്ല ഓഫ് റോഡാട്ടാ. എടുക്കാം. നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് ടെൻ്റ് അടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ പിന്നെ നാളെ കാണാം. അപ്പോൾ ഗൈസ്, നമ്മ ഈ രാത്രി നൈസായിട്ട് ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. നമുക്ക് ഈ രാത്രി കാവലായിട്ട് ഡോഗ്സൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കൂടെ തന്നെയാണ് നമ്മൾ ട്രക്ക് ചെയ്യണത്. ജിനൂട്ടായിട്ട് ഇപ്പോൾ അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ജിനൂല പാലം കയറാൻ പോകണം കേട്ടോ. അപ്പോൾ നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ വന്ന വഴി നമ്മളൊന്ന് ഡ്രൈവറുകാരൻ ഒന്ന് പറ്റിച്ചാർന്നു. ഗൈസ്, വെൽക്കം ടു ജിനു. ഇപ്പോൾ നമ്മൾ ആ പാലം കയറി ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലം തപ്പണോട്ടാ. അതിനുവേണ്ടി നടക്കണേന്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ജിനുവിൻ്റെ അവിടുന്ന് കുറച്ച് നടന്ന് നീങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം നോക്കണം. ഇപ്പോൾ സമയം ഏതാണ്ട് 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും വേഗം നടന്നാൽ പോകാം. ടെൻ്റ് അടിക്കാൻ പറ്റില്ല, എവിടെയെങ്കിലും വരും. ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കണ്ടേ. അപ്പോൾ നടക്കും. ഹലോ
ഹായ് ഗൈസ്, അപ്പോൾ ജിനുവിൽ ടെൻ്റ് അടിക്കാനുള്ള പ്ലാനിലാണ് നമ്മൾ ഈ നൈറ്റ് കയറി വന്നത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള സ്ഥലമോ സൗകര്യമോ ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു അടുത്തൊരു റൂം നോക്കി. അപ്പോൾ ഒരു 7-8 പേരുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 175 രൂപയ്ക്ക് റൂം സെറ്റാവും. അപ്പോൾ എനിക്ക് റൂം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ന് സ്റ്റേ അടിച്ചിട്ട് നാളെ മോർണിംഗ് കയറാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് കൂടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നാളെ കാണാം.